ഹായ് ഗൈസ്, മൈ സീക്രട്ട് റൊമാൻസ് എന്ന് പറയുന്ന കൊറിയൻ ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് അവസാനിച്ചത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ, മിങ് പറഞ്ഞതുപോലെ തന്നെ ജിൻസു മിങ് അയച്ചു കൊടുത്ത ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മിങ് ഇരിക്കുന്ന അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ റൊമാൻറ്റിക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജിൻസു അവിടെ നിൽക്കുന്ന കാര്യം അവിടെ വൈനും കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വെയിറ്റർ ശ്രദ്ധിച്ചില്ല. അപ്പോൾ വെയിറ്ററിൻ്റെ കയ്യിലുണ്ടായിരുന്ന വൈനും കൊണ്ട് ജിൻസുവിനെ അറിയാതെ തട്ടുന്നുണ്ട്. അപ്പോൾ ജിൻസുവിൻ്റെ ദേഹം മൊത്തം വൈനും ആവുന്നു. അതുകൂടാതെ ജിൻസു വീഴാനും പോകുന്നുണ്ട്. ആ സമയത്ത് മിങ് പെട്ടെന്ന് വന്ന് ജിൻസു തറയിൽ വീഴുന്നതിന് മുമ്പ് എന്നെ പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് മിങ്ങും ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് നിന്ന് കണ്ണെടുക്കാനേ തോന്നില്ലെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. എന്നിട്ട് അതിന് ശേഷം ജിൻസുവിൻ്റെ ഡ്രസ്സിൽ പറ്റിയിരുന്ന വൈനൊക്കെ ജിൻസു ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മിങ് ഒരു കർഷീഫ് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്നിട്ട് മിങ് ജിൻസുവിനെ കളിയാക്കുന്ന പോലെ പറയുന്നുണ്ട്, നിനക്ക് ഈ വൈൻ കുടിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഇതുപോലെ ദേഹം മൊത്തം വൈനാക്കുന്നതാണില്ലേന്ന്. എന്തായാലും കുഴപ്പമില്ല, വലിയൊരു ആക്സിഡൻ്റൊന്നും പറ്റാത്ത ഭാഗ്യം, അന്നത്തെ പോലെ ആംബുലൻസിനെയൊന്നും വിളിക്കേണ്ടി വന്നില്ലല്ലോ. എന്നിട്ട് മിങ് ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ശരിക്കും സുന്ദരിയായിട്ടുണ്ടെന്ന്. അപ്പം ജിൻസുവും തിരിച്ചെന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന. അപ്പം മിങ് പറയുന്നു, ഞാൻ നിന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, നിൻ്റെ ഡ്രസ്സിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, ആ ഡ്രസ്സ് ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന്. അപ്പം ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതിന് ഈ ഡ്രസ്സ് എനിക്ക് മേടിച്ചു തരാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ടില്ലല്ലോ, നിങ്ങളല്ലേ ഈ ഡ്രസ്സ് എൻ്റെ അടുത്ത് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവരങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റിസോർട്ടിൻ്റെ മാനേജർ 3 വർഷം മുമ്പ് മിങ്ങിനെ കൊണ്ട് അന്ന് ജിൻസുവിൻ്റെ അടുത്ത് ക്ഷമയൊക്കെ പറയാൻ പറഞ്ഞ ആ മാനേജർ അബദ്ധത്തിൽ ജിൻസുവിൻ്റെ ദേഹത്ത് ആ വൈൻ ഒഴിച്ച ആ വെയിറ്ററിനെ കൊണ്ട് ക്ഷമ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ മാനേജർ വന്നിട്ട് മിങ്ങിൻ്റെ അടുത്തും ജിൻസുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്, നമ്മളുടെ ഒരു എംപ്ലോയിൻ്റെ ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായതിന് സോറി. അപ്പം മിങ്ങും വലിയ കാര്യത്തിൽ ആ മാനേജറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഓ അതൊന്നും കുഴപ്പമില്ല, ഈ ആക്സിഡൻ്റൊക്കെ കോമൺ ആയിട്ട് നടക്കുന്നതല്ലേ, ഇതൊക്കെ വലിയ കാര്യമല്ല ആ മാനേജറിനെ ഒന്ന് ആക്കുന്ന രീതി പറയുന്നുണ്ട്. അപ്പോൾ ആ മാനേജർ പറയുന്നു, സോറി, ഞാൻ നിങ്ങളുടെ അടുത്തല്ല ക്ഷമ ചോദിച്ചത്, നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീൻ്റെ അടുത്താണ് ക്ഷമ പറഞ്ഞതെന്ന് പറയുന്നു. അപ്പം മിങ്ങ് ഒന്ന് ചമ്മി കണക്കായി. എന്നിട്ട് മിങ്ങിൻ്റെ അടുത്ത് ആ മാനേജർ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഈ സ്ത്രീൻ്റെ അടുത്ത് ക്ഷമ പറയണമെന്ന്. അപ്പം മിങ്ങും ചോദിക്കുന്നുണ്ട്, എന്തിന്? കാരണം നിങ്ങളാണ് ഈ ഡേ ബുക്ക് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എംപ്ലോയിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയത്, അതുകൊണ്ട് തന്നെ നിങ്ങളും ക്ഷമ പറയാൻ ബാധ്യസ്ഥനാണെന്നും പറഞ്ഞ് മിങ്ങിനെ കിടന്ന് ക്ഷമ പറ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. അപ്പോൾ അവരങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്, വേറെ വഴിയില്ലാത്തതുകൊണ്ട് മിങ്ങും ജിൻസുവിൻ്റെ അടുത്ത് സോറി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ജിൻസുവും ചിരിച്ചിട്ട് ആ മാനേജറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ എംപ്ലോയീസിനെയൊക്കെ നന്നായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മിങ്ങിനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. എന്നിട്ട് ആ മാനേജർ നമ്മൾ ചെയ്ത തെറ്റിന് ഈ വൈൻ ഇരിക്കട്ടെന്നും പറഞ്ഞിട്ട് ജിൻസുവിൻ്റെ കയ്യിൽ ഒരു കുപ്പി വൈൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഈ വൈൻ എൻജോയ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ആ മാനേജർ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ജിൻസു ആ വൈൻ ബോട്ടിൽ ഇരിക്കുന്ന ബോക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻസുവിൻ്റെ കയ്യിൽ നിന്ന് ആ വൈൻ ബോക്സ് പെട്ടെന്ന് മിങ് തട്ടിപ്പറിച്ചിട്ട്, എന്നിട്ട് മിങ് പറയുന്നുണ്ട്, ഈ വൈൻ ബോട്ടിൽ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ട്, നിനക്ക് സാധാരണ ഈ വൈൻ ബോട്ടിൽ തറയിട്ട് പൊട്ടിക്കുന്ന സ്വഭാവം ഉള്ളതല്ലേ. അപ്പം ജിൻസുവും പറയുന്നുണ്ട്, ഈ വൈൻ ബോട്ടിൽ എനിക്ക് തന്നിട്ട് പോയതാണ്, അതുകൊണ്ട് തന്നെ ഇത് എൻ്റെയാണ്, എനിക്ക് തിരിച്ചു തരാൻ പറയുന്നു. അപ്പം മിങ്ങും പറയുന്നുണ്ട്, അവർ ഈ വൈൻ ബോട്ടിൽ നമ്മൾ രണ്ടുപേരെടുത്തും എൻജോയ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്, എന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി നിനക്കും പകുതി എനിക്കുമാണ്. എന്നിട്ട് ജിൻസു അതൊന്നും പറ്റൂലെന്നും പറഞ്ഞിട്ട് മിങ്ങിൻ്റെ കയ്യിരിക്കുന്ന ആ വൈനിൻ്റെ ബോട്ടിൽ ഇങ്ങനെ മേടിക്കാൻ വരുന്ന സമയത്ത് മിങ് ആ ബോട്ടിൽ കൊടുക്കാതെ ജിൻസുവിനെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻസു ആ ബോട്ടിൽ പിടിക്കാൻ വരുന്ന സമയത്ത് മിങ് ആ വൈൻ ബോട്ടിൽ ബാക്കിലൊക്കെ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം മിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയാണ്. അങ്ങനെ അവസാനം അവർ കളിച്ച് മിങ് ഒരിടത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ജിൻസു ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ മിങ് പെട്ടെന്ന് നിന്നപ്പോൾ ജിൻസുവിന് ബ്രേക്ക് കിട്ടാതെ നേരെ മിങ്ങിൻ്റെ ശരീരത്ത് മുട്ടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ജിൻസു മിങ്ങും കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ജിൻസുവിന് ഇക്കിള് കെട്ടുന്നു. എന്നിട്ട് മിങ് ജിൻസുവിൻ്റെ ചെവീൻ്റെ അടുത്തേക്ക് വന്നിട്ട് ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നു, നീ അപ്സ്റ്റേഴ്സിൽ വെയിറ്റ് ചെയ്യും, ഞാൻ വൈൻ കുടിക്കാനുള്ള ഗ്ലാസും കൊണ്ട് വരാമെന്ന്. എന്നിട്ട് മിങ് വൈൻ ഗ്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ജിൻസു അവിടെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മിങ്ങിൻ്റെ സ്റ്റോറിലാണ് കാണിക്കുന്നത്. അപ്പം മിങ്ങിൻ്റെ സ്റ്റോറിൽ മിങ് ഇങ്ങനെ കസ്റ്റമേഴ്സിനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്, അപ്പം ആ സമയത്താണ് സുന്നും ബെന്നിൻ്റെ സ്റ്റോറിലേക്ക് ഇങ്ങനെ കയറി വരുന്നത്. അപ്പം ബെൻ സുന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ അടുത്ത് അന്നേ പറഞ്ഞില്ലേ എനിക്ക് ഇൻ്റർവ്യൂവിനും പോഡ്കാസ്റ്റിനൊന്നും താല്പര്യമില്ല, ഇപ്പോഴും വീണ്ടും എന്തിനാണ് ഇങ്ങനെ വിളിക്കാൻ വരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം സുന്നും പറയുന്നുണ്ട്, ഞാൻ അതിനൊന്നും അല്ല ഇപ്പം വന്നത്, എനിക്കിപ്പോൾ കുറച്ച് ബിയർ വേണോ, അതിനാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. എന്നിട്ട് ബെന്നും സുന്നിൻ്റെ അടുത്ത് എന്നിരുന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുൻ ബെന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ജിൻസ് വർക്ക് കഴിഞ്ഞിട്ട് ഇതുവരെ വീട്ടിൽ വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ബെന്നും സുന്നിൻ്റെ അടുത്ത് പറയുന്നത്, അവളൊരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുകയാണെന്ന്. അപ്പോൾ ആ സുന്നിനും മനസ്സിലായി ആ മിങ്ങിൻ്റെ കൂടെയുള്ള ബിസിനസ് ട്രിപ്പിനായിരിക്കും അവൾ പോയെന്ന് ആ സുന്നിനും മനസ്സിലായി. സുന്നും ടെൻഷൻ ആവുന്നു. എന്നിട്ട് ആ സുൻ ദേഷ്യപ്പെട്ടിട്ട് ആ ടേബിളിൽ വലുതായിട്ട് കൈയിട്ടടിച്ചിട്ട് ബെന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്,
നീ എന്തിനാ ബിസിനസ് ട്രിപ്പിനൊക്കെ അവളെ പോകാൻ സമ്മതിച്ചത്? നിനക്ക് അവളെ പിടിച്ചു നിർത്തിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് ബെന്നിൻ്റെ അടുത്ത് സുനി ചോദിക്കുന്നുണ്ട്, നീ ഇഷ്ടപ്പെടുന്ന പെണ്ണ് വേറെ ആളെ കൂടെ ഇങ്ങനെ ബിസിനസ് ട്രിപ്പിനൊക്കെ പോകുന്നതിന് നിനക്ക് ഒരു വിഷമോ ഇല്ലെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ബെന്നു ആ സുനിൻ്റെ അടുത്ത് ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട്, നീ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്ന എന്തിന്, നീ എന്തൊക്കെയാണ് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുന്നും ബെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ചിന്തിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഞാനും ചിന്തിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ആ ബെന്നും പിന്നെ ആ സുന്നും ഒന്നിച്ച് ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ് ആ റിസോർട്ട് എന്തായിരിക്കും നടക്കുന്നതെന്ന്. ജിൻസു ഇങ്ങനെ ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ജിൻസുവിൻ്റെ റൂമിലേക്ക് ആ മിങ്ങും വന്നിട്ട് അവരിങ്ങനെ റൊമാൻറ്റിക് ആയിട്ടൊക്കെ പെരുമാറുന്നു. അപ്പോൾ ആ ബെന്നും സിന്നും ആ ബെന്നിൻ്റെ സ്റ്റോറിലിരുന്ന് ഇതൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ബെന്നും ഇമാജിൻ ചെയ്യുന്ന നിർത്തിയിട്ട് സുന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന കണക്കൊരു പെണ്ണല്ല ജിൻസു, അവൾ അങ്ങനെയൊന്നും അല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുന്നും ബെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഈ പെണ്ണുങ്ങളെ സ്വഭാവം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മിണ്ടാ പൂച്ചയായിട്ട് നടക്കുന്ന പെണ്ണുങ്ങളായിരിക്കും ഏറ്റവും വിഷയം, അവരീ ചെയ്തു കൂട്ടുന്നതെന്ന് നിനക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണെന്ന് ആ സുൻ ബെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മിങ്ങിൻ്റെ അടുത്തും ജിൻസുവിൻ്റെ അടുത്തുമാണ് കാണിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ അവിടെ ഇരുന്നിങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ചീയേഴ്സൊക്കെ അടിച്ച് വൈൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മിങ് ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ സ്ഥലത്തിരിക്കുമ്പോൾ നമ്മുടെ ആ 3 വർഷം മുമ്പുള്ള മെമ്മറീസൊക്കെ ഓർമ്മ വരുന്നെന്ന്. അത് കേട്ടതും ജിൻസു അവിടെ കിടന്ന് ചുമയ്ക്കുന്നുണ്ട്. എന്നിട്ട് മിങ് ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നിന്നെ എപ്പോഴും ഓർമ്മ വരുമായിരുന്നു. ഞാൻ എപ്പം വൈൻ കുടിക്കുമ്പോഴും ഞാൻ എപ്പോൾ ഈ സ്ഥലത്ത് വന്നാലും അതുകൂടാതെ എനിക്ക് എവിടെ നിന്നെങ്കിലും കോയിൻ കിട്ടിയാലും എനിക്ക് എപ്പോഴും നിൻ്റെ ഓർമ്മയാണ് വരുന്നത് എന്ന് മിങ് ജിൻസുവിൻ്റെ അടുത്ത് ഫീലായിട്ട് പറയുന്നു. എന്നിട്ട് മിങ് പറയുന്നു, അന്ന് നീ പെട്ടെന്ന് കാണാതാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. അപ്പം ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് നിങ്ങളെ ഇനി ഞാൻ ഒരിക്കലും ജീവിതത്തിൽ കാണില്ലെന്നാണ്. എന്നിട്ട് ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ലെന്ന് ജിൻസു പറയുന്നു. അപ്പം മിങ് ജിൻസുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന്. അപ്പം ജിൻസും എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മിങ് ജിൻസുവിൻ്റെ അടുത്ത് ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് നിനക്ക് എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന്. അപ്പം ജിൻസും പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറയുന്നു. അപ്പം മിങ് ജിൻസുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ അന്ന് രാത്രി ആ കാറിൽ നടന്നത് ഓർത്തിട്ട് നിനക്ക് ഖേദമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം ജിൻസു അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ആ സുന്നിനെയും ബെന്നിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുന്നിൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ ബെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്കറിയാമോ, ഈ നാട്ടിലുള്ള എല്ലാവന്മാർക്കും എന്നെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അവരെ ആരെയും ഇഷ്ടമല്ല, എനിക്ക് മിങ്ങിനെയാണ് ഇഷ്ടം, പക്ഷെ അവൻ എന്നെ ഇഷ്ടമല്ല. അപ്പം ബെന്നു ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ബെന്നിൻ്റെ കാര്യം ഏകദേശം അങ്ങനെ തന്നെയാണ്. ബെന്നിൻ്റെ അടുത്ത് ഒരുപാട് പെൺപിള്ളേർ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാൻ വരുമ്പോഴും ജിൻസുവിൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ബെന്നു അതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ മിങ്ങും ജിൻസും വൈന് കുടിച്ച് ആ ബോട്ടിലും ഫുള്ള് തീർത്ത്. എന്നിട്ട് ജിൻസു മിങ്ങിൻ്റെ അടുത്ത് ആ ജ്വല്ലറി ബോക്സിൻ്റെ കാര്യം ഇങ്ങനെ പറയാൻ വരുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് തന്നെ മിങ്ങ്, ആ ജ്വല്ലറി ബോക്സ് നീയുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമാണ്, നീ അതിനെപ്പറ്റി ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല, നീ അതിനെപ്പറ്റി മറക്കാൻ മിങ്ങ് പറയുന്നുണ്ട്. എന്നിട്ട് മിങ്ങ് ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചത്, എനിക്കെപ്പോഴും നിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളെപ്പോഴും എന്നെപ്പറ്റി ചിന്തിക്കുമെന്നൊക്കെ. അപ്പം മിങ്ങും, ഞാൻ എപ്പോൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു. അപ്പോൾ ജിൻസു, ഓ എങ്കിൽ നിങ്ങൾ പറഞ്ഞു കാണില്ലേ, എനിക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയാണെന്ന് ജിൻസു പറയുന്നു. എന്നിട്ട് മിങ്ങിനും തിരിച്ചെന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ആ സുന്നാണെങ്കിൽ ഉള്ള ബിയർ മൊത്തം അടിച്ചിട്ട് എഴുന്നേക്കാൻ പോലും വയ്യ. അപ്പോൾ ബെന്നാണെങ്കിൽ ആ സുന്നിനെ ഒരിടത്ത് കൊണ്ടിരുത്തുന്നുണ്ട്. എന്നിട്ട് ആ സുന്ന അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ട് ബെന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ 12 വർഷമായി മിങ്ങിൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് എത്ര ആൾക്കാർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? എൻ്റെ മനസ്സിൽ മിങ്ങ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ആരെടുത്തും കമ്മിറ്റഡ് ആവാത്തത്. അപ്പോൾ ആ ബെൻ സുന്നിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒരു പൊട്ടിയാണ്, നീ ഇത്രയും സ്നേഹിച്ചിട്ടും ഇത്രയും വർഷമായിട്ട് നിന്നെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി നീ എന്തിനാണ് നിൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്? സ്നേഹം അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, അത് നീ ഇങ്ങനെ മിങ്ങിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല. നിനക്ക് വേണ്ടി ഒരാൾ എവിടെയെങ്കിലും കാണും, നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആരാണെന്ന് കണ്ടെത്തേണ്ടത് അത് നിന്റെ കടമയാണെന്നൊക്കെ ബെൻ സുന്നിൻ്റെ അടുത്ത് പറയുന്നു. അപ്പം സുൻ ബെന്നിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആരാ എന്നെ കടന്നിങ്ങനെ ഉപദേശിക്കുന്നത്? ഞാനും നീയും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഞാൻ സ്നേഹിക്കുന്ന ആളെ ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു, പക്ഷേ നീ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇത്രയും നാളായിട്ട് നിനക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇഷ്ടമാണെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? നീയാണ് എന്നെക്കാട്ടി വലിയ പൊട്ടനെന്ന് പറഞ്ഞിട്ട് സുൻ അവിടെ നിന്ന് 4 കാലി എഴുന്നേറ്റ് പോകണുണ്ട്.
പിന്നെ അതിനുശേഷം കാണിക്കുന്നത് ജിൻസുവിനെയാണ്. ജിൻസു ഇപ്പം ബാത്ത് ടബിൽ കിടക്കുകയാണ്. ജിൻസു ഇന്ന് മിങ് അവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ മിങ്ങിനെയാണ് കാണിക്കുന്നത്. മിങ്ങും ബാത്റൂമിൽ കുളിച്ചതിന് ശേഷം ജിൻസുവിൻ്റെ ആ ബോക്സ് വന്ന് എടുത്തിട്ട് അതിൽ തന്നെ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് മിങ് സ്വന്തമായിട്ട് പറയുന്നുണ്ട്, ഇതുവല്ലോ അവൾ കണ്ട അവളടുത്ത് ഞാൻ എന്ത് പറയുമെന്ന്. പിന്നെ അടുത്ത ദിവസമാണ് കാണിക്കുന്നത്, ആ ഫോറിനിൽ നിന്ന് വന്ന ആ ബയ്യറും മിങ്ങും ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ്. പുള്ളിക്കാരനും മിങ്ങിൻ്റെ ഈ കമ്പനിയുമായിട്ടുള്ള ഈ കോൺട്രാക്റ്റിന് സമ്മതമാണ്. എന്നിട്ട് കോൺട്രാക്റ്റൊക്കെ എഴുതിയതിന് ശേഷം മിങ്ങും ആ ഫോറിൻ ബയ്യറും കൈ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോറിൻ ബയ്യർ മിങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളെൻ്റെ മനസ്സ് വായിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ വീക്ക്നെസ് ഫുഡിലാണെന്ന്? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ കമ്പനിയിലെ ന്യൂട്രീഷൻ്റെ അടുത്താണ് നന്ദി പറയേണ്ടത്. കാരണം ഞാൻ ഒരു കോൺട്രാക്റ്റിനും ഇത്രയും പെട്ടെന്ന് സമ്മതിക്കുന്നതല്ല. ആ ന്യൂട്രീഷൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് ഈ കോൺട്രാക്റ്റിന് സൈൻ ചെയ്യുക എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞതെന്ന് ആ ഫോറിൻ ബയ്യറും പറയുന്നു. പിന്നെ ആ ഫോറിൻ ബയ്യറൊക്കെ പോയതിന് ശേഷം മിങ് ജിൻസുവിൻ്റെ ഫോണിൽ മെസ്സേജ് ഇടുന്നുണ്ട്, നീ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ. എന്നിട്ട് മിങ് ജിൻസുവിനെയും കൊണ്ട് ഒരു സ്വിമ്മിംഗ് പൂളിലാണ് കൊണ്ടുപോണത്. അപ്പം ജിൻസു മിങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൽ പെട്ടെന്ന് വന്ന എന്തിനെന്ന്. അപ്പം മിങ്ങും പറയുന്നുണ്ട് നീന്താൻ. അപ്പം ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതിന് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ഓണറിന് ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ, എന്നാലേ നമുക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റുമോ, ഇതിൻ്റെ ഓണർ ഇല്ലാതെ ഇപ്പം നിങ്ങൾ എങ്ങനെ ഇവിടെ നീന്തോന്ന് ചോദിക്കുന്നു. അപ്പം മിങ്ങും പറയുന്നുണ്ട്, ഈ റിസോർട്ട് തന്നെ എൻ്റെ അച്ഛൻ്റെയാണ്. അപ്പം ജിൻസു മിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഓക്കെ ഞാൻ നിങ്ങളുടെ കൂടെ സ്വിമ്മ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് നീന്താനൊന്നും അറിഞ്ഞൂടാ, നിങ്ങൾ നീന്തി കളിച്ചിട്ടൊക്കെ വാ, ഞാൻ താഴെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പം മിങ്ങും ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതൊന്നും പറ്റൂല, ഞാൻ നീന്തുന്നത് നോക്കിക്കൊണ്ട് നീ ഇവിടെ നിൽക്കാൻ ജിൻസുവിൻ്റെ അടുത്ത് മിങ്ങ് പറയുന്നു. അപ്പം ജിൻസു മിങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നീന്തുന്ന ഞാൻ എന്തിനാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം മിങ്ങ് ജിൻസുവിൻ്റെ അടുത്ത് പറയുന്നു, ഞാനിപ്പോൾ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എനിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ എന്നെ സഹായിക്കാൻ ആരെങ്കിലും വേണ്ടേ, അതിനു വേണ്ടിയാണ് നിന്നെ ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് മിങ്ങ് പറയുന്നു. അപ്പോൾ ജിൻസും പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ സേഫ്റ്റിക്ക് സെക്രട്ടറി ജാങ്ങനെ വിളിച്ച് നിർത്തിയാൽ പോരെന്ന് പറയുന്ന നേരത്ത് മിങ്ങിൻ്റെ ഡ്രസ്സ് അഴിക്കുന്നുണ്ട്. അപ്പം മിങ്ങ് ഡ്രസ്സ് അഴിക്കുന്ന സമയത്ത് ജിൻസു കണ്ണും പൊത്തി അവിടെ നിൽക്കുന്നു. എന്നിട്ട് കുറേ നേരം മിങ്ങ് അവിടെ കിടന്ന് സ്വിമ്മ് ചെയ്യുന്നുണ്ട്. അപ്പം ജിൻസു അവിടെ ഒരു മൂലയിൽ തന്നെ ഇങ്ങനെ ഇരിപ്പുണ്ട്. എന്നിട്ട് മിങ്ങ് അങ്ങനെ കുറേ നേരം നീന്തിയതിന് ശേഷം ജിൻസു നിൽക്കുന്ന ആ ഭാഗത്ത് മിങ്ങ് വന്നതിന് ശേഷം ജിൻസുവിൻ്റെ അടുത്ത് മിങ്ങ് ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി നമ്മൾ തമ്മിൽ നടന്ന ആ കാര്യത്തിൽ നിനക്കിപ്പോഴും പശ്ചാത്താപം ഉണ്ടോയെന്ന്. അപ്പം ജിൻസു മിങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീണ്ടും വീണ്ടും ഈ കാര്യം തന്നെ എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന എന്തിന്, ഞാൻ മറക്കാൻ ശ്രമിക്കുകയില്ലേ, വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് എന്തിനെന്ന്. എന്നിട്ട് ജിൻസു മിങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കാര്യം എങ്ങനെ, നിങ്ങൾക്ക് അന്ന് രാത്രി നടന്നതിൽ പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പം മിങ്ങും പറയുന്നു, പശ്ചാത്താപമൊന്നുമില്ല, ഓക്കെ എന്തായാലും എന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് മിങ്ങ്, ഓക്കെ എന്നെ നീ പിടിച്ച് കയറ്റെന്നും പറഞ്ഞിട്ട് മിങ്ങിൻ്റെ കൈ ജിൻസുവിന് കൊടുക്കുന്നുണ്ട്. അപ്പം ജിൻസുവും മിങ്ങിനെ പിടിച്ച് കയറ്റാൻ വേണ്ടി കൈ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ജിൻസുവിൻ്റെ കൈ വലിച്ചിട്ട് മിങ്ങ് ജിൻസുവിന് ആ സ്വിമ്മിംഗ് പൂളിൽ വലിച്ചിടുന്നു. എന്നിട്ട് സ്വിന്നിന് ഇങ്ങനെ നീന്തൽ അറിയാത്തത് കൊണ്ട് തന്നെ മിങ്ങ് സ്വിന്നിനെ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്വിന്നാണെങ്കിൽ മിങ്ങിന് 2 അടി കൊടുത്തിട്ട് മിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലേ എനിക്ക് നീന്താൻ അറിഞ്ഞൂടെന്ന്, എനിക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിലോ. അപ്പം മിങ്ങ് ജിൻസുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാധാരണ നീ ഇതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന സമയത്തൊക്കെ നിനക്ക് ഇക്കിള് വെട്ടുന്ന, ഇപ്പം എന്താ ഇക്കിള് വെട്ടാത്തതെന്ന് ചോദിക്കുന്നു. അപ്പം ആ മിങ്ങ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞത് ജിൻസുവിന് എപ്പോഴത്തേയും പോലെ ഇക്കിള് വെട്ടുന്നു. എന്നിട്ട് അതിന് ശേഷം ജിൻസു ഞാൻ പോകണമെന്നും പറഞ്ഞിട്ട് ജിൻസു സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കരയിൽ കയറിയിട്ട് അങ്ങോട്ട് നടന്നു പോകണുണ്ട്. അപ്പം മിങ്ങ് നീ എവിടെയാണ് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. ജിൻസു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് നടന്നു പോണ്. അപ്പം ജിൻസു അങ്ങനെ കുറച്ച് നടന്നു പോയതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്ത് നിന്ന് ശബ്ദമൊന്നും വരുന്നില്ല. ജിൻസു ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കിയ സമയത്ത് മിങ് ആ സ്വിമ്മിംഗ് പൂളിൽ ബോധമില്ലാതെ അവിടെ കിടക്കുന്ന മിങ്ങിൻ്റെ മുതു മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം ജിൻസു മിങ്ങിൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ പറ്റിക്കുകയല്ലേ എന്ന്. അപ്പം മിങ്ങിന് ഒരു അനക്കവും ഇല്ല. എന്നിട്ട് ജിൻസുവും പെട്ടെന്ന് തന്നെ സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടിയതിന് ശേഷം മിങ്ങിനെ കരയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജിൻസു കിടന്ന് വിളിക്കുന്നുണ്ട്, ആരെങ്കിലും രക്ഷിക്കണേന്ന്. അപ്പോൾ അവിടെ നിന്ന് 2 ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ഓടി വരുന്നുണ്ട്. എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടി മിങ്ങിനെ ജിൻസു ആ സ്വിമ്മിംഗ് പൂളിൻ്റെ പുറത്ത് തറയിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. അപ്പോൾ ആ മിങ്ങിനെ രക്ഷിക്കാൻ വന്ന 2 പേരും ഇങ്ങനെ മിങ്ങിനെ രക്ഷാപ്രവർത്തനം ചെയ്യാൻ നോക്കുന്ന സമയത്താണ് അവരുടെ ചെവിയിൽ മിങ് ഇങ്ങനെ ചെറുതായിട്ട് പറയുന്നത്, പോ ഇവിടെ നിന്ന് പോ. അപ്പോൾ അവർക്ക് മനസ്സിലായി ജിൻസുവിനെ പറ്റിക്കാൻ വേണ്ടി മിങ് ഇങ്ങനെ അഭിനയിക്കുന്നതാണെന്ന്. അപ്പോൾ ആ രക്ഷിക്കാൻ വന്ന അവരും അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവർ പോകുന്നിട്ട് ജിൻസു അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എവിടെയാണ് പോണത്, പോവല്ലേ എന്നും പറഞ്ഞ് അവരെ കാല് കടന്ന് പിടിക്കുന്നു. അപ്പോൾ ജിൻസു അങ്ങനെ തിരിയുന്ന സമയത്ത് മിങ് അവരുടെ അടുത്ത് കിടന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട്, പോവെന്നും പറഞ്ഞ്. എന്നിട്ട് ജിൻസു വന്ന് മിങ്ങിൻ്റെ മുഖത്തൊക്കെ അടിച്ചിട്ട് എഴുന്നേക്കെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ജിൻസു, ഞാൻ ചുമ്മാ അറിഞ്ഞാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്,
അതുകൂടാതെ അന്ന് രാത്രി നടന്ന കാര്യത്തിൽ എനിക്ക് ഖേദമില്ല, എനിക്കൊരു വിഷമവും ഇല്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ട് മിങ് അവിടെ ബോധമില്ലാത്ത കണക്ക് തന്നെ അഭിനയിച്ചുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ ആ സമയത്ത് ജിൻസു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിങ്ങൾ ആ ജ്വല്ലറി ബോക്സിൽ എന്തിനാണ് വെച്ചതെന്ന് ഞാൻ അന്ന് കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ജിൻസു വിളിച്ചു പറയുന്നു. അപ്പോൾ അത് കേട്ടത് മിങ്ങും ടെൻഷനായിട്ട് അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 8ാമത്തെ എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെയാണ് അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനി തുടർന്ന് വരുന്ന എപ്പിസോഡ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.